നമസ്കാരം. കോടികളുടെ ഇടപാടുകൾ, ലക്ഷങ്ങൾ മറിയുന്നു. എന്തൊക്കെയാണ് പരിപാടി? സാധാരണ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ ഇഡിക്കും SITക്കും ഒക്കെ കിട്ടിയ ചില റിപ്പോർട്ടുകൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയും കോടികൾ ഉണ്ടായത്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സാധാരണ പരികർമ്മിയുമായി ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ധന ഇടപാടുകൾ എങ്ങനെ ഉണ്ടായി? തന്ത്രി കണ്ഠര രാജീവരുടെ കാര്യമാണ് പറയുന്നത്. ജയിലിലാണ്, തുടർന്നും ജയിലിലാകുമായിരിക്കും. കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടുമായിരിക്കും. 2 കേസുകളിലും പ്രതിയാണ്. എന്തൊക്കെയായാലും കൂടുതൽ സങ്കീർണതകളിലേക്ക് തന്ത്രിയുടെ സാന്നിധ്യവും തന്ത്രിയുടെ പങ്കും എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. ഇത്തരത്തിൽ ഒരു തന്ത്രി, ഒരു ക്ഷേത്രതന്ത്രി ഈ ഇടപാടുകളൊക്കെ നടത്തി ഇത്രയും കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും അനുവാദമോ മൗനാനുവാദമോ കൊടുത്ത് ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരം ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ തന്നെ ഈ വലിയ മാനിപ്പുലേഷൻ, ഈ വലിയ തട്ടിപ്പ് നടത്താൻ കൂട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഒരു വേള എവിടുത്തെ ചരിത്രം നോക്കിയാലും, ഏതെങ്കിലും ക്ഷേത്രത്തെ ചരിത്രം നോക്കിയാലും ഇത് തന്നെയായിരിക്കും. തന്ത്രി കണ്ഠര രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ SIT ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. തട്ടിപ്പിലൂടെ തന്ത്രി സാമ്പത്തിക ലാഭമുണ്ടാക്കി എന്ന് SIT കണ്ടെത്തിയിരുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തന്ത്രിയെ ചോദ്യം ചെയ്യും എന്ന സൂചനയാണ് പുറത്തുവന്നത്. ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുള്ളതായി SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സ്വർണ്ണ മോഷണത്തെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നു എന്ന് തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം സമ്മതിച്ചു. പഴയ കുടിമരത്തിലെ വാജിവാഹനവുമായി ബന്ധപ്പെട്ട്, വാജിവാഹനം ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണെന്നും കോൺഗ്രസിന്റെ ബോർഡ് കൊടുത്തതാണെന്നും ഒക്കെ തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ആ വാജിവാഹനം തന്നെയാണോ അവിടെയുള്ളത് എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. ഈ കോടികളുടെ ഇടപാടുകൾ ഒന്നും ഈ ബാങ്ക് വഴിയാണെങ്കിലും അല്ലെങ്കിലും ഒരു ക്ഷേത്ര തന്ത്രി ഇടപെട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഒരു അവനവന്റെ ജോലിക്ക് നിരക്കാത്ത, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ ദൈവത്തിന് നിരക്കാത്തത് എന്ന് പറഞ്ഞാൽ അത് നമുക്കത് പറയാതിരിക്കാൻ സാധിക്കുമോ? തന്ത്രിയെ വെള്ളപൂശുന്നവരുണ്ടാകും, അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവരുണ്ടാകും, അദ്ദേഹത്തെ ഒരു തരത്തിൽ പൊതിഞ്ഞു പിടിക്കുന്നവരുണ്ടാകും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ തന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ഏറ്റവും ആദ്യം പറഞ്ഞ മാധ്യമം DNA ന്യൂസാണ്. ഞാനാണ് ആ വാർത്ത ചെയ്തത്. അതിനുശേഷം തന്ത്രിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളൊന്നും ഒരു മാധ്യമവും പിന്നീട് ചെയ്തില്ല. പിന്നീട് ഒരു 2 ആഴ്ചയോ 1 മാസമോ കഴിഞ്ഞ് ഇദ്ദേഹം അറസ്റ്റിലാകുന്നതിന് ഏതാനും നാൾ മുമ്പ് മാത്രമാണ് മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ തന്നെ, ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഈ വിഷയം, തന്ത്രിയുടെ മകനെ കുറിച്ചുള്ള വിഷയം എടുത്തുവെച്ച് ചെയ്തത്, അല്ലെങ്കിൽ അത് വിലയിരുത്തിയത്. തന്ത്രിയാണ് എന്ന് വിചാരിച്ച് പ്രത്യേക പ്രിവിലേജ് ഒന്നും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ആ വീഡിയോ ഞാൻ ചെയ്തത്. ഈ കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ ഗോവർദ്ധനമായിട്ടും സ്മാർട്ട് ക്രിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ രാജീവരെ നടത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനകൾ ഉണ്ട്. എന്തായാലും കൂടുതൽ കുരുക്ക് മുറുകുകയാണ് തന്ത്രിക്ക്. രക്ഷപ്പെടാൻ സാധ്യത ഇല്ലാത്ത രീതിയിലേക്ക് ആ കുറുക്കിന്റെ ആ ഒരു ടൈറ്റ്നസ്, അതിന്റെ ആ ഒരു കാഠിന്യം കൂടുകയാണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വീണ്ടും ചോദ്യം ചെയ്താൽ ഇദ്ദേഹത്തിന് ഈ വലിയ കുറ്റവാളികളെ പോലെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ, കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സത്യം തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് SITക്ക് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് തോന്നുന്നത്. എന്തൊക്കെയായാലും വീണ്ടും ചോദ്യം ചെയ്യും, വീണ്ടും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള പരിശോധനകൾ നടക്കും, വീണ്ടും അത് ചർച്ചയാകും. അടുത്ത കാലത്തൊന്നും തന്നെ കേട്ടിട്ടില്ലാത്ത രീതിയിലേക്ക്, അതിന്റെ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസ് ചെന്നെത്തുകയാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കേണ്ടി വരും.